നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 22. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് ഡയറക്റ്റ് യോജിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഗ്യാസ് ഫേസ് ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് NCERT ബുക്കിൽ വളരെ വ്യക്തമായി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും സീറോ ഓർഡർ റിയാക്ഷനും പറയുന്ന സ്ഥലത്ത് കൃത്യമായി ഇക്വേഷൻസ് പറയുന്ന ഒരു സെക്ഷനാണ്. കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ എടുത്തതിന് ശേഷം ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ പഠിക്കുക. അവിടെ ഒരു ഡേറ്റ വന്നിട്ടുണ്ട്. A gives 2B + C എന്ന് പറഞ്ഞൊരു ഡേറ്റ വന്നിട്ടുണ്ട്. 2 അപ്പോൾ ഇനിഷ്യലി ടോട്ടൽ പ്രഷർ 0.1 ആണ്. അത് 115 സെക്കൻഡുകളാകുമ്പോൾ 0.28 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. NCERTയിൽ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. A gives 2B + C ആണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0 ടൈമിൽ 0.1 ആണ്. അപ്പോൾ ഇത് 0 ആണ്. 0.1 നിന്നും XATM പ്രഷർ കുറയുന്നു. അപ്പോൾ ഇവിടെ 2x ഇവിടെ x എത്രയാണോ കോഎഫിഷ്യൻറ്റ് അതനുസരിച്ചാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടുന്നു. അതായത് ഈ ടൈമിൽ 115 സെക്കൻഡുകൾക്ക് ശേഷമുള്ള ടോട്ടൽ പ്രഷർ എടുത്താൽ അത് 0.28 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 0.28 എല്ലാം കൂടെ കൂട്ടുക. 0.1 - x + 2x + x x ക്യാൻസൽ ആവുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം 0.1 + 2x = 0.28 ആണ്. അപ്പോൾ 2x = 0.28 - 0.1 ആണ്. അത് 0.18 ആയിട്ട് പോകും. അപ്പോൾ 2x = 0.18 ആണ്. അപ്പോൾ x = 0.18 / 2. അപ്പോൾ 0.09 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 0.09 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ പ്രഷർ 0.1 - x ആണല്ലോ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് 0.1 - x. അപ്പോൾ നമുക്ക് 0.1 - 0.09. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 0.1 - x ആണല്ലോ. അപ്പോൾ അത് 0.01 നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം നമ്മൾ PA കിട്ടി. ഇനിഷ്യൽ പ്രഷർ നമുക്കറിയാം 0.1 എന്ന് പറയാം. അത് നമുക്ക് ഡയറക്റ്റ് വാല്യൂയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. K = NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് 2.303/t. ടൈം എത്രയാണ്? 115 എന്നങ്ങ് എടുക്കാം. 115 അല്ലേ. ലോഗ് ഇനിഷ്യൽ പ്രഷർ എത്രയാണ്? PI ഇനിഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. 0.1 / 0.01 വരാം. 0.01. ഇത് നമ്മൾ സോൾവ് ചെയ്യുക. കെയിലെ സോൾവ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 2 × 10⁻⁻² എന്ന് പറഞ്ഞൊരു ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ 2 ആണ്. ആൻസർ 2 ഈസ് ദ റൈറ്റ് വൺ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ്ങുള്ള ഇക്വേഷൻ ആണ് K = 2.303/t ലോഗ് PI / PA. PA എന്ന് പറഞ്ഞാൽ ആ റിയാക്റ്റൻ്റെ പാർഷ്യൽ പ്രഷറാണ്. ഇക്വിലിബ്രിയത്തിലെ PI ഇനിഷ്യൽ പ്രഷറാണ്. ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ K ഡയറക്റ്റ് കിട്ടും. NCERTയിൽ ഡയറക്റ്റ് ഈ ഇക്വേഷൻ പറയുന്നുണ്ട്. സോൾവ് ചെയ്ത് നോക്കുക, പഠിക്കുക. എവിടെയാണ് റെഫറൻസ്? ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ എടുക്കുക, പഠിക്കുക. റെഡി അല്ലേ? ഓക്കെ അല്ലേ?